ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ ആദ്യത്തെ സംവിധാന സംരംഭം ബറോസ് 3D. ഇത് പൂർണ്ണമായും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. വെറും കുട്ടികൾക്കല്ല, ശരിക്കും കുരുത്തം കെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വൈകുന്നേരം വീട്ടിൽ ഉറങ്ങാത്ത കൊച്ചുങ്ങളെ ഉണ്ടല്ലോ, അമ്മമാരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ കണ്ണാടിയും വെച്ച് തിയേറ്ററിൽ അങ്ങ് ഇരുത്തി കഴിഞ്ഞാൽ മതി, സുഖമായിട്ട് ഉറങ്ങിക്കോളും. ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പ് കൊച്ചുങ്ങളെല്ലാം ഉറങ്ങിക്കോളും. ജോക്സ് അപ്പാർട്ട്, ഇത് കുട്ടികൾക്കുള്ള സിനിമയാണെന്നുള്ളതിന്റെ പ്രൊമോഷനും പരിപാടികളും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മോഹൻലാലിന്റെ ആദ്യത്തെ സംരംഭം ജിജോ പുന്നൂസ്, നമ്മുടെ നവോദയ അപ്പച്ചന്റെ മകൻ ജിജോ പുന്നൂസ്, പടയോട്ടം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയൊക്കെ എടുത്ത പുള്ളിയുടെ ഒരു നോവലോ അങ്ങനത്തെ ഒരു സംഗതിയിൽ നിന്നാണ് ഡിഗാമ തമ്പുരാന്റെ നിധി കാക്കുന്ന ഭൂതത്തെക്കുറിച്ചുള്ള ഒരു കഥയും ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയോ അതിൽ നിന്നൊക്കെയാണ് ഇത് എടുത്തിരിക്കുന്നത്. പൂർണ്ണമായും ഫാന്റസി തന്നെയാണ്. ജിജോയുടെ കഥയെ കലവൂർ രവികുമാർ എന്നുള്ള ആൾ തിരക്കഥയാക്കി, സംഭാഷണം TK രാജീവ് കുമാറും മോഹൻലാലും കൂടെ ചേർന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എനിക്കൊന്ന് സംഭാഷണത്തിന്റെ ക്രെഡിറ്റ്സ് വെച്ചേക്കുന്നത് കലവൂർ രവികുമാർ തന്നെയാണ്. അഡീഷണൽ സ്ക്രിപ്റ്റോ അങ്ങനെയൊക്കെയാണ് മോഹൻലാലും TK രാജീവ് കുമാർ. ആക്ച്വലി TK രാജീവ് കുമാർ ആണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ റെനൗണ്ട് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ തോട്ട്സിൽ പുള്ളിയായിരിക്കാം ചിലപ്പോൾ ഇതിന്റെ ഒരു ഡയറക്ടോറിയൽ പാർട്ട് കൂടുതലും നിർവഹിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ടെക്നിക്കൽ സൈഡിൽ സന്തോഷ് ശിവനാണ് സിനിമാറ്റോഗ്രാഫർ. റിയൽ 3Dയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. റിയൽ 3D ഷൂട്ട് ചെയ്തിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണ്. ആക്ച്വലി 2 ക്യാമറയും ഒക്കെ വെച്ചിട്ട് ആണ് ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് വിശദീകരണങ്ങളൊക്കെ മോഹൻലാൽ ഇന്റർവ്യൂസിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇത് സ്ലോയിലായിരിക്കും എന്നുള്ളൊരു സ്ലോ പേസ് ആയിരിക്കും ഇതിന്റെ കാരണമൊക്കെ പറയുന്നുണ്ട്. കാരണം 3D മൂവി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കൊടുത്തുകൂടാ ഇങ്ങനെ കൊടുത്തുകൂടാ എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി എന്താണ് കണ്ടന്റ്, എന്താണ് നമ്മൾ ഈ കഥയിലൂടെ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ബേസിക് ഈ കണ്ടന്റ് ആണ് കിങ്. മലയാളത്തിൽ തന്നെ മോസ്റ്റ് ഫണ്ടബിൾ ആക്ടറാണ് മോഹൻലാൽ. അപ്പം പുറത്ത് വലിയ പ്രൊഡ്യൂസേഴ്സുമായിട്ടൊന്നും അധികം പടങ്ങൾ കൊളാബ് ചെയ്യുന്നില്ല. ആന്റണി പെരുമ്പാവൂരിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ കൂടുതൽ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ തന്നെ പ്രൊഡക്ഷൻ 50 കോടിയോളം മുടക്കി നമ്മൾ ഒരു കണ്ടന്റ് കൊടുക്കുമ്പോൾ അതിന്റെ ബേസിക് സാധനം ഉണ്ടല്ലോ, പടം അട്ടർ വേസ്റ്റ് പടമാണ്. അത് വലിച്ചു നീട്ട് ഏഴച്ചില് കുട്ടികളൊക്കെ ഇത് കാണുമെന്ന് ഇവർ വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ ഡിസ്നിയിലും മാർവലിലെയും മൂവീസാണ്, റിയൽ 3D. അതുപോലെ അപ്പോൾ അവതാർ വരെ വന്ന് നിൽക്കുന്ന മൂവീസാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്. അവരുടെ ഈ ഒരു ഏജിൽ അവർക്ക് ഇത്രയും ലോക സിനിമയുടെ ഒരു എക്സ്പോഷർ ഉണ്ട്. ഈ സമയത്ത് ഇതുപോലൊരു പടം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കുട്ടിച്ചാത്തൻ പോലും കണ്ടന്റ് വൈസ് വളരെ ശോകമായിരുന്നു. ടെക്നിക്കൽ സൈഡ് കൊണ്ട് തന്നെയാണ് ശരിക്കും കുട്ടിച്ചാത്തൻ പോലും അത് എടുത്ത് വന്ന വർഷം ആലോചിക്കണം. ഇപ്പം ജിജോ എന്നുള്ള ഡയറക്ടർ പടയോട്ടം ഇതെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര വലിയ സംഭവമാണ്. പുള്ളിയുടെ തഴമ്പ് വെച്ചുകൊണ്ട് ഈ പടത്തിന്റെ പ്രൊമോഷൻ കൊടുക്കുന്നത് തന്നെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ആക്ച്വലി പുള്ളി എനിക്കൊന്ന് ഏർലി സ്റ്റേജിൽ തന്നെ ഈ പടത്തുമായിട്ട് പുള്ളി ഡിറ്റാച്ച് ആയി. പിന്നീട് കൂടുതലും TK രാജീവ് കുമാറാണ് ഈ പടം മുന്നോട്ട് നയിച്ചത്. ആക്ച്വലി ജിജോ ഇതിന്റെ ഫസ്റ്റ് ഷൂട്ടിംഗ് മുടങ്ങിയ ശേഷം പിന്നീട് അദ്ദേഹത്തിനോടൊപ്പം ക്ലാബ് ആയിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. സന്തോഷ് ശിവനെ പോലൊരു ക്യാമറാമാൻ ഉണ്ട്. റിയൽ 3Dയിൽ ഷൂട്ട് ചെയ്യുന്ന മലയാള സിനിമയാണ്. മറ്റു സിനിമകളിൽ നമ്മൾ 2Dയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ ഇത് ഷോട്ട് ഇൻ 3D എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ്. പക്ഷേ അപ് ടു ദ മാർക്ക് ഒരിക്കലും അല്ല. വീണ്ടും പഴയ ടെക്നിക്കൊക്കെ തന്നെയാണ്. നമ്മൾ കുട്ടിച്ചാത്തനിൽ കണ്ടു മറന്ന സാധനം തന്നെയാണ്. കുന്തമേറ്, ഈ കത്തിക്കുത്ത്, വാളെടുത്ത് വീശല്, തീ തുപ്പല്, പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള VFXന്റെ കുറച്ച് ഹെൽപ്പ് വെച്ചിട്ട് ഈ പറഞ്ഞ ബ്ലൂ കളറ്, യെല്ലോ കളറ്, കുട്ടികളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള കുറെ സംഭവങ്ങളും ഭയങ്കര സ്ലോ പേസ്. ഇതൊക്കെ മാറ്റി നിർത്തുമ്പോഴും ഭയങ്കര സ്ലോ പേസ് ആണ്. പിന്നെ ആക്ടിങ് ഒന്നുമില്ല, ആർക്കും അഭിനയിക്കാനുള്ള ഒരു സാധ്യതയില്ല. കഥാപാത്രങ്ങൾ വൃത്തിയായിട്ട് എഴുതിയിട്ടില്ല. ഒരു കഥാപാത്രത്തിനോടും കണക്ഷൻ തോന്നുന്നില്ല. ഒരു കഥാപാത്രത്തിന് ഡെപ്ത് ഇല്ല. ഇപ്പൊ മോഹൻലാൽ ഡയറക്ട് ചെയ്യുന്നു പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ടോപ്പ് ആക്ടേഴ്സ് അടക്കം വന്ന് അഭിനയിക്കാൻ തയ്യാറാവുന്ന സിനിമയിൽ ഇതിനകത്ത് ഗുണ്ടും ചായയും ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നാണ് അഭിനയിപ്പിച്ചേക്കുന്നത്. ആരാണെന്ന് പോലും അറിയില്ല ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ അഭിനയിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ മിന്നൽ മുരളി ഫെയിമായ ഗുരു സോമസുന്ദരം, പുള്ളിയൊക്കെ കൊണ്ടുവന്ന് വെറുതെ കളിയാക്കി വിട്ടേക്കുന്നു എന്നാണ്. പിന്നെ സ്ഥിരം ആന്റണി പെരുമ്പാവൂർ, അങ്ങനെ ഒരു 3-4 പേര് മുഖം അറിയുന്ന ആൾക്കാരുണ്ടെന്നല്ലാതെ പടത്തിനകത്ത് വേസ്റ്റ്, കാസ്റ്റിംഗ് വേസ്റ്റ്, തിരക്കഥ വേസ്റ്റ്, മേക്കിംഗ് വേസ്റ്റ്. ഇങ്ങനൊരു പടം മോഹൻലാലിന്റെ ചരിത്രം പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കും എന്നുള്ളതേ ഉള്ളൂ. പുള്ളി എന്തിനാണ് വെറുതെ ഡയറക്ട് ചെയ്യാനൊക്കെ പോകുന്നത്? ഡയറക്ഷനൊക്കെ ഇതിനെ പറ്റിയുള്ള അറിവുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ട്. 40-45 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ ബെറ്റർ ഡയറക്ടർ ആയിക്കൊള്ളണം എന്നൊന്നും നിയമമില്ല. ഡയറക്ഷൻ ഒരു പ്രത്യേക സ്കില്ല് തന്നെയാണ്. അത് ഇനി 100 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ ആണെങ്കിലും അദ്ദേഹം ഒരു ബെറ്റർ ഡയറക്ടർ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. എനിക്ക് ആക്ച്വലി കൊച്ചുങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഈ പടത്തിന് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പം വീട്ടിലെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഈ പടം ഒന്നുകൂടെ കാണേണ്ടി വരും എന്നുള്ള ഒരു സങ്കടമാണ് എനിക്ക്. കൊച്ചുങ്ങളൊക്കെ ഇത് എൻജോയ് ചെയ്യുമെന്ന് എനിക്കും തോന്നുന്നില്ല. പേഴ്സണലി എൻ്റെ അടുത്തിരുന്ന കൊച്ചുങ്ങളൊക്കെ ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് ശരിക്കും വന്ന് ഒരു മലങ്കൾട്ട് കാണുന്ന രീതിയിൽ അവർ തന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. 15-18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ കുട്ടികളെന്ന് പറയുന്നത്. ഈ കുട്ടികളൊക്കെ മാർക്കോ കാണാൻ വേണ്ടി തിരക്ക് കൂട്ടുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. ശരിക്കും 18 വയസ്സായിരുന്നെങ്കിൽ മാർക്കോ കാണാമായിരുന്നു എന്ന് പറഞ്ഞ് 15 വയസ്സിൽ ഞങ്ങളെ കേട്ടുന്നില്ല എന്ന് കൊച്ചുങ്ങൾ വിലപിക്കുന്ന സമയത്താണ് കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ബറോസ് ഇറങ്ങുന്നത്. വൃത്തികെട്ട മൂവി.
ഒരു കാര്യമില്ല. പിന്നെ വെറുതെ പോയി കാണാം. മോഹൻലാലിന്റെ പേരിന്, സന്തോഷ് ശിവന്റെ പേരിന് ഒരു റിയൽ 3D മലയാള സിനിമ നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യത്തിൽ വേണമെങ്കിൽ കൊണ്ടുപോയി കാണിക്കാം. പിന്നെ മോഹൻലാലിന് ഒരു മോഹം തോന്നി ഒരു ഡയറക്ഷൻ ചെയ്യാനായിട്ട്, ഇങ്ങനൊരു കഥ കിട്ടി, മോഹൻലാൽ കയറി ചെയ്തു, അനുഭവിക്കുക, അത്ര തന്നെ. ഞാനൊരിക്കലും ഈ പടം റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ വെക്കേഷനാണ്, കൊച്ചുങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഏത് പടത്തിന് പോകും, ഒരു പടത്തിന് പോയി കണ്ടു കളയാം എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളൂ. സഹിക്കുക എന്നുള്ളതല്ല, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളും കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.